ഹായ് നമസ്കാരം. ഞങ്ങൾ പളനിക്ക് പോയി എല്ലാ വർഷവും ഞങ്ങൾ പള്ളിക്ക് പോകുന്ന കൊറോണ സമയത്ത് മാത്രമേ ഉള്ളൂ പോകാൻ പറ്റാനത്. ഞാനുണ്ട്, അമ്മയുണ്ട്, പ്രിയങ്കയുണ്ട്, ചമേലി, തിത്തിലി. ഒരു ഹായ് പറഞ്ഞാൽ എല്ലാവരും കൂടെ ഹായ് പറ. ആ ഞങ്ങളെല്ലാവരും കൂടെ ട്രെയിനാണ് പോകുന്നത്. പോകുന്ന ഭാഗത്തൊക്കെ മാക്സിമം പറ്റുന്ന രീതിയിൽ വീഡിയോ എടുക്കും. എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കായംകുളം റെയിൽവേ സ്റ്റേഷനിലെത്തി. ഭയങ്കര തിരക്കാണ്, മൊത്തം ബ്ലോക്കാണ്. ഇതെല്ലാം പണി നടക്കുന്ന കാരണം ഇവിടെ എല്ലാം തിരക്കാകും. കായംകുളം റെയിൽവേ സ്റ്റേഷൻ്റെ വാതൊക്കെ മരത്തെ കൊക്കിരിക്കുന്നുണ്ടോ? വെളുത്ത് കാണുന്നതൊക്കെ കൊക്കാണ്. എന്താ കൊക്കായിരിക്കുന്നത്. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെ താണ്ട പ്രിയങ്കയുണ്ട്, പ്രിയങ്കയുടെ അമ്മയുണ്ട്, അച്ഛനുണ്ട്. അച്ഛൻ ഒന്ന് കൈവക്കിക്കേ, ഒന്ന് കൈവക്ക്. അല്ല, പ്രിയങ്കയുടെ അച്ഛന, അമ്മ, ഫാറൂസ് ഉണ്ട്, അമ്മയുണ്ട്. ഫാറൂസ് ഒന്ന് കൈവക്കിക്കേ. എന്ത് സംഭവം? കണ്ണമ്മായി താണ്ട് കണ്ണമ്മായി കൈവക്ക്. കായംകുളം ജംഗ്ഷൻ. അങ്ങനെ കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രാത്രിയിൽ 10:30 തുടങ്ങിയ യാത്ര പിറ്റേ ദിവസം 7:30 ആയപ്പോൾ തന്നെ പളനിയിലെത്തിയിട്ടുണ്ടായിരുന്നു. ഈ ട്രെയിൻ എന്ന് പറയുന്നത് അമൃത എക്സ്പ്രസ് ആണ്. ഇത് സ്റ്റാർട്ടിങ് തിരുവനന്തപുരം സെൻട്രൽ ടു മധുരയാണ്. മധുരയിൽ 10 മണിയാവുമ്പം മധുരയിലെത്തും. അപ്പൊ നമ്മൾ എല്ലാ വർഷവും മരുന്നായതുകൊണ്ട് നമുക്ക് ഏകദേശം എല്ലാ കാര്യങ്ങളും അറിയാം. പളനി ചെന്നിട്ട് എങ്ങനെയാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഓട്ടോ പിടിച്ച് അങ്ങോട്ട് പോകുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാവുന്നത് കൊണ്ട് നമ്മൾ അവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ച്, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ പതുക്കെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഒരു ഓട്ടോ പിടിച്ച്. ഓട്ടോയ്ക്ക് 200 രൂപയാണ് ചാർജ് വരുന്നത്. 2 ഓട്ടോയാണ് വിളിച്ചത്. നമ്മുടെ സാധനങ്ങളും എല്ലാവരും ഉള്ളത് കൊണ്ട് നമ്മൾ 2 ഓട്ടോ വിളിച്ചു. അപ്പൊ നമ്മൾ എല്ലാ വർഷവും നമ്മൾ പളനിയിൽ എത്തുന്ന ആയതുകൊണ്ട് നമ്മൾ സ്ഥിരം താമസിക്കുന്ന NS മഹാൽ എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു ഹോട്ടലിലാണ് നമ്മൾ താമസിക്കുന്നത്. നമ്മൾ അവിടെ ചെന്ന് 2 റൂം എടുത്തിട്ടുണ്ടായിരുന്നു. റൂമൊന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. നമുക്ക് മലയ്ക്ക് താഴെ തന്നെ ആയതുകൊണ്ട് നമുക്ക് പോകാനും വരാനും എല്ലാം എളുപ്പമായിരുന്നു. അപ്പൊ നമ്മളെല്ലാം രാവിലെ തന്നെ ചെന്നിട്ട് റൂമിൽ ബാഗെല്ലാം വെച്ചു. ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ ഫസ്റ്റ് ഹിഡുമ്പൻ മലയിലോട്ടാണ് പോകുന്നത്. നമ്മൾ പോകുന്നത് ഈ നമ്മുടെ പളനി മലയുടെ സൈഡിൽ കൂടെ തന്നെയാണ് അങ്ങോട്ട് പോകുന്നത്. ഈ കാണുന്നത് മധുര മീനാക്ഷി ടെമ്പിളിന്റെ ഒരു അമ്പലം, ആ ഒരു ഇതാണ്. അപ്പം നമുക്ക് അവിടെ അമ്മയെ തൊഴുത പോലുള്ള ഒരു അനുഭവമാണ് ഉണ്ടാകുന്നത്. പിന്നെ ഈ ഗോപുരത്തിന്റെ മുകളിലായിട്ടൊക്കെ ഒരുപാട് ദൈവങ്ങളുടെ ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ചെന്നപ്പോൾ ഇങ്ങനെ വരപ്പ് നടക്കുന്നതേ ഉള്ളായിരുന്നു. പ്രാവശ്യം എല്ലാം പൂർണ്ണമായിട്ടുണ്ട്. പിന്നെ നമ്മൾ വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി ഇതുപോലുള്ള പാതയിലൊക്കെ ഇങ്ങനെ പന്തല് ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് അതിൽ കൂടെ പോവാണെങ്കിൽ വെയിൽ ഏക്കത്തില്ല. പിന്നെ ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗണപതി വിഗ്രഹം തൊഴുതട്ടം മുകളിലോട്ടായിരുന്നു കയറുന്നത്. ഇപ്രാവശ്യം അത് മാറ്റമുണ്ട്. നമ്മൾ സൈഡിൽ കൂടാണ് മുകളിലോട്ട് കയറുന്നത്, പളനിയിലോട്ട് കയറുന്നത്, മലയിലോട്ട് കയറുന്നത്. പിന്നെ ഹിഡുമ്പ മലയിലോട്ട് ചെല്ലുമ്പോൾ തന്നെ താഴെയായിട്ടാണ് കടകളൊക്കെ ഉള്ളത്. അവിടുത്തെ പ്രധാന വഴിപാടെന്ന് പറയുന്നത് ചുരുട്ട് വാങ്ങിച്ച് താഴെ കത്തിക്കുക, മുകളിൽ കത്തിക്കുക. പിന്നെ ഇപ്പൊ ഒരു സ്വാമി ഉള്ളത്, എന്റെ ഈ കാണുന്ന സ്വാമി മലയാളിയാണ്. അപ്പൊ ആ സ്വാമിയുടെ വിശേഷങ്ങളൊക്കെ സ്വാമി തന്നെ പറയുന്നുണ്ട്. സ്വാമിയുടെ സ്ഥലങ്ങളും എല്ലാം നമുക്കറിയത്തില്ലായിരുന്നു മലയാളി ആണോ എന്ന്. മലയാളിയാണെന്ന് സ്വാമി തന്നെയാണ് പറഞ്ഞത്. കേരളത്തിലോ? എങ്ക? പാലക്കാടോ? ഇപ്പൊ ഇവിടെയാ? ഇപ്പൊ ഇങ്ങർക്കാ 15 കൊല്ലോ? പിന്നെ കേരളത്തിൽ പോയിട്ടില്ല? അതെന്താ കേരളം വെറുത്തോ? 40 കൊല്ലോ മരിച്ചിട്ട്? കുട്ടികളെന്ത് ചെയ്യും? ഇവിടെ വീടുണ്ടോ? ഇല്ല. ഇപ്പം താമസിക്കുന്നത് ഇവിടെ തന്നെ? ശരി എന്നാ. നമ്മൾ പതുക്കെ മല ചവിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. തുടക്കമായതുകൊണ്ട് എല്ലാവർക്കും ഒരു ആവേശമാണ്. കയറി പകുതി എത്തുമ്പോഴെല്ലാവരും കുഴഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. എന്നാലും നമ്മൾ അതൊക്കെ തരണം ചെയ്തിട്ടാണ് നമ്മൾ മുകളിലോട്ട് കയറിയത്. നമ്മൾ ഇത്രയും സ്റ്റെപ്പൊന്നും ഡെയിലി കയറുന്നില്ലല്ലോ. അപ്പം നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് മുകളിലോട്ട് കയറാനാ.
ഫോട്ടോ എടുക്കുന്ന എത്ര രൂപ 50? ഇത് കാണിച്ചു ഇത് ഇല്ല, ഇത് ഒരു ഒന്നത്തിന് 50 രൂപ. ഒരു ഫോട്ടോ 50 രൂപ. ഇതുപോലെ നമ്മള് വെയിറ്റിംഗ് മെഷീൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് വെയിറ്റിംഗ് മെഷീനിൽ നോക്കിയിട്ട് നമുക്ക് മേളിലോട്ടും താഴോട്ടും ഇറങ്ങുമ്പോൾ നമ്മുടെ വെയിറ്റിന് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റുമായിരുന്നു. 5 രൂപയായിരുന്നു വെയിറ്റിംഗ് ഇത് നോക്കുന്നതിന്റെ ചാർജ്. അപ്പൊ ഒരുപാട് പേര് ഇറങ്ങുന്നുണ്ടായിരുന്നു, പിന്നെ നമ്മളെ പോലെ കയറുന്നവരും ഉണ്ടായിരുന്നു. എല്ലാവരും കുഴഞ്ഞൊക്കെ നിൽക്കുവാണ്. അപ്പൊ ഇതിന്റെ സൈഡിൽ കൂടെ ഒക്കെ 2 ആട്ടിൻകുട്ടികളൊക്കെ മേലോട്ട് കയറുന്നുണ്ടായിരുന്നു. പിന്നെ ദൂരെ മലകളും പിന്നെ ഇതുപോലെ ഈ കൃഷി ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ വൃത്തിയാക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കണ്ടിട്ട് ഞങ്ങൾ പതുക്കെ മേളിലോട്ട് കയറി. ചെറുതായിട്ട് വെയിലൊക്കെ ഉറക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരുടെയും കയ്യിൽ കുടയൊക്കെ ഉണ്ടായിരുന്നു. കുടയൊക്കെ നമ്മൾ വെച്ചോണ്ടാണ് വന്നത് കേട്ടോ, കാരണം നമുക്കറിയാം വെയിലാണെന്നുള്ളത്. അതുകൊണ്ട് കുട എല്ലാവരും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അച്ഛനും കണ്ണനും എല്ലാവരും മുകളിലോട്ട് സ്പീഡിൽ തന്നെയാണ് കയറി പോകുന്നത്. അവർക്കൊരു ക്ഷീണം പ്രത്യേകിച്ച് അനുഭവപ്പെട്ടില്ല. ഞങ്ങളൊക്കെ കുഴഞ്ഞു പോയി ഇരുന്നും ഒക്കെയാണ് നമ്മൾ മേളിലോട്ട് കയറിയത്. എത്ര പടി ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ അറിയത്തില്ല കേട്ടോ. നമ്മളിതുവരെ അങ്ങനെ തിരക്കിയിട്ടില്ല. ചവിട്ടി അങ്ങ് കയറുക, എങ്ങനെയെങ്കിലും കുഴഞ്ഞ് തിരിച്ചോട്ട് താഴോട്ട് ഇറങ്ങുക, അതായിരുന്നു. അപ്പൊ നമ്മൾ ഈ പളനി മലയാണ് ആ കാണുന്നത്. നമുക്ക് അവിടെ നിന്നുകൊണ്ട് ഈ ഇടുമ്പൻ മലയും കാണാം. അപ്പൊ അത് എല്ലാവരും നമ്മള് ചെല്ലുമ്പോ ഇടുമ്പൻ മലയിൽ പോകാത്തവർ തീർച്ചയായിട്ടും അവിടെ പോകണം. അവിടുത്തെ പ്രധാന വഴിപാട് ചുരുട്ടാണ്. അത് വാങ്ങിച്ചുകൊണ്ട് വേണം കയറേണ്ടത്. പിന്നെ വീടെന്നുള്ള ഒരു സ്വപ്നം എല്ലാവർക്കും കാണും. അപ്പൊ ആ സ്വപ്നത്തിന് വേണ്ടി നമുക്ക് ഒരു ചെലവും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന വഴിപാട് ഈ അമ്പലത്തിലുണ്ട്. അപ്പം എല്ലാവരും പളനി പോകുമ്പോൾ തീർച്ചയായിട്ടും ഇടുമ്പൻ മലയിൽ പോവുക, ആ ഒരു വഴിപാട് ചെയ്യുക. പ്രത്യേകിച്ച് ഒരു ചെലവുമില്ല. നമ്മൾ അവിടെ കുറേ കല്ലുകൾ കാണും. ആ കല്ലുകൾ ഒന്ന് അടുക്കി വെച്ച് നമ്മുടെ ആഗ്രഹം സാധിച്ചതിന് ശേഷം നമ്മൾ തിരിച്ചു വന്നു ഈ വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു കല്ല് നമ്മൾ തട്ടിക്കളയുക. അങ്ങനാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പൊ ഇത് അതിനെപ്പറ്റി അറിയാവുന്നവർ തീർച്ചയായും കമന്റ് ചെയ്യുക. നമുക്കൊരു ചെലവോ അല്ലെ ഒരു വഴിപാടിനുള്ള ഒരു റെസിപ്റ്റോ ഒന്നും എടുക്കാതെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. അപ്പൊ നമ്മളത് ചെയ്യുക. പിന്നെ കുറച്ച് പട്ടും കാര്യങ്ങളും എല്ലാം അവിടെ കെട്ടിയും വെച്ചിട്ടുണ്ട്. അതൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരായിരിക്കും, അറിയത്തില്ല. നമുക്ക് മേളിലോട്ട് കയറി കഴിഞ്ഞാലും വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. വെള്ളമൊക്കെ ഉണ്ട്, നമുക്ക് ഇഷ്ടംപോലെ വെള്ളമൊക്കെ കുടിക്കാൻ തന്നെ മേളിലുണ്ട്. പിന്നെ എല്ലാവരും തൊഴുതിറങ്ങി നമ്മൾ താഴെ വന്ന് നമ്മൾ മുന്നേ ഇറങ്ങിയവരെല്ലാം ഒരു ചെറിയ കടയിൽ പോയി ഇരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളെ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. ഞങ്ങൾ പതുക്കെ എല്ലാവരും കൂടെ ഇറങ്ങി. എന്തായാലും ചമേലി ഇപ്രാവശ്യം എടുക്കേണ്ടി വന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം എടുത്തോണ്ട് കയറേണ്ടി വന്ന്, അതുകൊണ്ട് ഇപ്രാവശ്യം എടുക്കേണ്ടി വന്നില്ല. കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ കൊണ്ടുപോയത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് താഴെ ഇറങ്ങി സോഡ സർബത്താണ് കുടിച്ചത്. പിന്നെ ഈ വട്ട് സോഡയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ ഈ വട്ട് സോഡയൊക്കെ നിരോധിച്ചതല്ലേ, ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ ഉണ്ട്. അത് കളറായിട്ടാണ് ചെയ്തു വെച്ചേക്കുന്നത്. ഞങ്ങളതൊന്നും കുടിച്ചില്ല. നമ്മൾ സോഡ സർബത്ത് തന്നെയാണ് കുടിച്ചത്. അതെല്ലാം കുടിച്ചിട്ട് നമ്മൾ റൂമിലോട്ട് പോവുകയാണ്. അതിനുശേഷം നമ്മൾ മുടി മുണ്ടനം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ദേവസ്വത്തിന്റെ തന്നെ മുണ്ടനം നമ്മുടെ താമസിക്കുന്ന റൂമിന്റെ അടുക്കൽ തന്നെ ഉണ്ട്. പിന്നെ ചെയ്യുന്നവരുടെയും അടുക്കൽ തന്നെ ഉണ്ട്. ഞങ്ങൾ ദേവസ്വത്തിന്റെ ആണ് വന്നത്. സൗജന്യ മുടിമുണ്ടന കേന്ദ്രമെന്ന് എഴുതി വെച്ചിട്ട് ബോർഡ് മാത്രമേ ഉള്ളൂ. സൗജന്യമൊന്നുമില്ല. നമ്മൾ ക്യാഷ് കൊടുക്കണം. 100 രൂപയാണ് ഒരാൾക്ക് ചെയ്യുന്നതിന്റെ ചാർജ്. 100 രൂപ 50 രൂപ കൊടുത്താലൊന്നും ഏക്കത്തില്ല. 100 രൂപ തന്നെ കൊടുക്കണം. പിന്നെ ഈ കാണുന്ന ഇവിടെ മുഖം കാണിച്ച് ഫോട്ടോ എടുത്ത് നമുക്കൊരു പ്രിന്റ് തരും. ആ പ്രിന്റും ബ്ലേഡുമായിട്ടാണ് തരുന്നത്. അതുമായിട്ട് നമ്മൾ ആളൊഴിഞ്ഞിരിക്കുന്ന ആളിന്റെ അടുക്കൽ ആരുടെയെങ്കിലും അടുക്കൽ നമ്മൾ ചെന്നിരുന്നിട്ട് നമ്മൾ ആ ബ്ലേഡും റെസിപ്റ്റ് കൊടുക്കണ്ട, ബ്ലേഡ് കൊടുത്തതിന് ശേഷം അവര് അത് ഈ മുടിയുടെ അതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതുപോലെ മുണ്ടനം ചെയ്യാൻ തുടങ്ങും. നമ്മുടെ നേർച്ച മുണ്ടനമായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛനും കണ്ണനും പ്രമോദനും മുടി മുണ്ടനം ചെയ്തു. അതിനുശേഷം നമ്മൾ പുറത്തോട്ടിറങ്ങി നമ്മൾ നടന്നു വരുന്ന വഴിക്ക് ഞങ്ങൾ തന്നെ പറഞ്ഞു എല്ലാം ഫ്രീ ആണെന്നുണ്ടെങ്കിലും പക്ഷെ നമ്മൾ പൈസ കൊടുക്കണം. അങ്ങനെ പറഞ്ഞു വന്നുകൊണ്ടിരുന്ന കൂട്ടത്തിലാണ് ഈ ഫ്രീ ബസ് കാണുന്നത്. ഫ്രീ ബസ് ആണെങ്കിലും നമ്മളെപ്പോലെ പുറത്തുനിന്ന് വരുന്നവർ
പൈസ കൊടുക്കണം. പിന്നെ അവിടെ ഉള്ളവർക്ക് കൊടുക്കണ്ട, അവർ കൊടുക്കില്ല. കാരണം അവർക്കറിയാമല്ലോ കാര്യങ്ങൾ. നമുക്കറിയത്തില്ല, നമുക്ക് അവരോട് സംസാരിച്ച് നിൽക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും പൈസ എന്തെങ്കിലും ചാർജ് നമ്മൾ കൊടുക്കണം. പിന്നെ ഞങ്ങൾ എല്ലാ വർഷവും വരുമ്പോൾ നമ്മൾ ഈ ഇവിടെ അടുക്കെ തന്നെയുള്ള ഹോട്ടലുകളിലൊക്കെ ആയിരുന്നു ഫുഡ് കഴിക്കുന്നത്. ഇതായിരുന്നു ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നത്. കൃഷ്ണ എന്നോ എന്തോ ആയിരുന്നു ഈ ഹോട്ടലിന്റെ പേര്. ഇപ്പൊ അതൊരു പഞ്ചാമൃതം കിട്ടുന്ന ഷോപ്പായിട്ട് മാറിയിട്ടുണ്ട്. 2 എണ്ണം തന്നെ അടുക്കെ തന്നെ ഉണ്ട്. നമുക്ക് താഴെ തന്നെ ഒരുപാട് കടകളിൽ നമുക്കിത് കിട്ടും. എന്നിട്ട് നമുക്ക് പളനി മലയിലൊന്നും ഫോൺ അലൗഡ് അല്ലായിരുന്നു. അതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിറ്റേ ദിവസം 6 മണി ആയപ്പോൾ തന്നെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. നമ്മൾ 7:30 അമൃത എക്സ്പ്രസ്സിന് മധുരയിലോട്ട് പോകണമായിരുന്നു. അപ്പോൾ നമ്മൾ കറക്റ്റ് 7:30 തന്നെ പളനിയിലെ ട്രെയിൻ വന്നു. അപ്പം നമ്മൾ ഫുഡും കാര്യങ്ങളും എല്ലാം വാങ്ങിച്ചുകൊണ്ടാണ് വെയിറ്റ് ചെയ്ത് നിന്നത്. അങ്ങനെ ഞങ്ങൾ ആ ഒരു ട്രെയിൻ വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്ന സമയത്ത് ചായയൊക്കെ വന്നു. ചായ വാങ്ങിച്ചു കുടിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ചമേലിക്ക് ഇതുപോലെ പാറുവിനും 2 പാവക്കുട്ടികളെ വാങ്ങിച്ച്, ഒരാൾക്കൊരു മുയലും ഒരാൾക്കൊരു ചെറിയൊരു പട്ടിക്കുട്ടിയായിരുന്നു കേട്ടോ. മുയൽ ഞങ്ങളുടെ വീട്ടിൽ 2 എണ്ണം ഓൾറെഡി ഉള്ളത് കൊണ്ട് ഇതതിനെ കാണിക്കാമെന്നും പറഞ്ഞുകൊണ്ടാണ് വാങ്ങിച്ചത്. അങ്ങനെ അതും കൈ വെച്ചോണ്ടായിരുന്നു ചമേലിയുടെ യാത്ര. അങ്ങനെ കഴിക്കാനുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ ട്രെയിനകത്ത് കയറി. കുഞ്ഞുങ്ങൾക്കെല്ലാം നമ്മൾ ട്രെയിനകത്ത് തന്നെ ഫുഡ് കൊടുത്ത്. പിന്നെ ഈ കാഴ്ചകളൊക്കെ എല്ലാവരും അവിടെ നിന്നുകൊണ്ട് കണ്ട് പാറുവിന് പുതിയ കാഴ്ചയായതുകൊണ്ട് അവൾക്കൊരെല്ലാം ഒരു അത്ഭുതമായിട്ടാണ് തോന്നിയത്. എപ്പോഴും വീടിനകത്ത് തന്നെ കഴിയുന്ന പാറുവിന് പുറം ലോകം കാണാനുള്ളൊരു അവസരമായതുകൊണ്ട് അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ എല്ലാവർക്കും ഫുഡും കാര്യങ്ങളും എല്ലാം കൊടുത്ത് ഞങ്ങളുടെ യാത്ര മധുരയിലോട്ട് തുടങ്ങി. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാവരും ഫുള്ളായിട്ട് കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ഇടുക, ലൈക്ക് തരിക. അങ്ങനെ ഞങ്ങളുടെ യാത്ര മധുരയിലോട്ട് തുടങ്ങി. 10 മണി ആയപ്പോൾ തന്നെ മധുരയിലെത്തി. അടുക്കെ തന്നെ നമ്മുടെ ട്രെയിൻ കിടപ്പുണ്ടായിരുന്നു. 11:30 പുനലൂർ കൊല്ലം വഴിയുള്ള ട്രെയിനായിരുന്നു ഞങ്ങൾ കയറിയത്. റിസർവേഷൻ ചെയ്തിരുന്നതായിരുന്നു. 8:30 കൂടി തന്നെ ഞങ്ങളുടെ ട്രെയിൻ കായംകുളത്തെത്തി. അപ്പോൾ അവിടെ വന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് 10 മണിയൊക്കെ ആയപ്പോൾ തന്നെ വീട്ടിലെത്തി. അപ്പം വീഡിയോ എല്ലാവർക്കും